സർ, അറബ് രാജ്യങ്ങൾ ലോകത്തിനു മേൽ പിടിമുറുക്കുന്ന ഒരു കാഴ്ചയാണോ സംജാതമാവാൻ പോകുന്നത് എന്നതാണ് ഉയരുന്ന ഒരു ചോദ്യം. ലോകരാജ്യങ്ങളൊക്കെ ഇതേ ചോദ്യം ആവർത്തിക്കുന്നുണ്ട്. പല അന്താരാഷ്ട്ര മാധ്യമങ്ങളിലും ഇതിനെക്കുറിച്ചുള്ള പല റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇങ്ങനെ ഒരു ചോദ്യം അല്ലെങ്കിൽ ഇത്തരം ഒരു ആശങ്ക ഉയർന്നു വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് അറബ് നാറ്റോ അല്ലെങ്കിൽ ഇസ്ലാമിക് നാറ്റോ എന്ന ആഹ്വാനമാണ്. ഇത് പുതിയ സംഭവമല്ല. നേരത്തെ തന്നെ ഈജിപ്ത് ഒക്കെ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ഏറ്റവും ഒടുവിൽ ദോഹയിൽ വെച്ച് നടന്നിരിക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടിക്കിടെ ഖത്തറിനോട് അല്ലെങ്കിൽ മറ്റ് GCC രാജ്യങ്ങളോടൊക്കെ ഇറാനാണ് ഒരിക്കൽ കൂടി ഇത്തരം ഒരു ആശയം അറബ് നാറ്റോയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അറബ് നാറ്റോ വേണം എന്നുള്ളത് GCC രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്താൽ അറബ് നാറ്റോ ലോകത്ത് സംജാതമായാൽ എന്ത് സംഭവിക്കും? ഏത് രീതിയിലായിരിക്കും ഇതിന്റെ ഒരു ഇൻഫ്ലുവൻസ് ലോകത്തുണ്ടാക്കാൻ പോകുന്നത്? ഈ അറബ് നാറ്റോ എന്ന് പറയുന്നത് മന്തുകാല് കാണിച്ച് പേടിപ്പിക്കുന്ന പോലെയാണ്. അതായത് മന്തുകാലുള്ള ഒരാളിനറിയാം ഈ മന്തുകാല് കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല, ഇത് അനക്കാൻ പോലും പറ്റില്ല. പക്ഷേ മന്തുകാലുള്ള ഒരാളെ കാണുന്ന മറ്റൊരാൾക്ക് തോന്നും ഇവൻ ഇതുകൊണ്ടൊരു തൊഴി വെച്ച് തന്നാൽ ഞാൻ തീർന്നു പോകും എന്ന്. കാരണം മന്തുകാലിന്റെ വലിപ്പം അത്രയും വലുതാണ്. ഇതുപോലെയുള്ള ഒരു ഭയപ്പെടുത്തൽ മാത്രമാണ് അറബ് നാറ്റോ. നാറ്റോയുടെ കയ്യിൽ, ഈ അറബ് നാറ്റോയുടെ കയ്യിൽ എന്താ ഉള്ളത്? ആകെ ഉള്ളത് ക്രൂഡ് ഓയിലാണ്. ഈ ക്രൂഡ് ഓയിൽ ഞങ്ങൾ തന്നില്ലെങ്കിൽ നിങ്ങൾ വണ്ടി ഓടിക്കില്ല, നിങ്ങളുടെ യന്ത്രങ്ങൾ ചലിക്കില്ല. ഇതാണല്ലോ ഈ ഭീഷണിയുടെ പിന്നിലുള്ള കാര്യം. പക്ഷേ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്നത് അറബ് രാജ്യങ്ങളല്ല എന്നുള്ള സത്യം ലോകത്തെ മറ്റു രാജ്യങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഏറ്റവും വലിയ എണ്ണ ഉൽപാദക രാജ്യങ്ങൾ അറബ് രാജ്യങ്ങൾക്ക് പുറത്താണ് കിടക്കുന്നത്. അത് റഷ്യയും അമേരിക്കയും അടക്കമുള്ള മറ്റു രാജ്യങ്ങളാണ്. അവരൊക്കെ അവരുടെ എണ്ണ റിസർവിൽ വെച്ചിരിക്കുന്നത് കൊണ്ടും അറബ് രാജ്യങ്ങളോട് മത്സരിച്ച് മാർക്കറ്റിൽ ഇറങ്ങാത്തത് കൊണ്ടും മാത്രമാണ് ആ തരത്തിലുള്ള ഒരു മത്സരം ഉണ്ടാവാത്തത്. ഇനി അറബ് നാറ്റോ ഉണ്ടാക്കുകയും അറബ് രാജ്യങ്ങൾ ഒന്നിച്ചു നിന്നുകൊണ്ട് എണ്ണവില വർദ്ധിപ്പിക്കാനോ ഉൽപാദനം കുറയ്ക്കാനോ കയറ്റുമതി ചുരുക്കാനോ തീരുമാനമെടുത്തു വന്നിരിക്കട്ടെ. അപ്പോൾ അറിയാം എന്തായിരിക്കും സംഭവിക്കുക എന്ന്. അതായത് ലോകത്തെ എണ്ണ ഉൽപാദനത്തിന്റെയും സംസ്കരണത്തിന്റെയും കയറ്റുമതിയുടെയും ബിസിനസിന്റെയും മേഖലയിൽ ഈ അറബ് രാജ്യങ്ങൾ എന്ന് പറയുന്നവർക്ക് വലിയ റോളൊന്നുമില്ല. അവർക്ക് ആകെ എന്താ അറിയാൻ പറ്റുന്നത്? അവർക്ക് അറിയാൻ പറ്റുന്നത് ഈ മണ്ണ് കുഴിച്ച് ഈ പറഞ്ഞ ഈ ക്രൂഡ് ഓയിൽ എടുക്കാം. ഈ ക്രൂഡ് ഓയില് ശേഖരിക്കാൻ ഇവർക്ക് സ്ഥലം പോലും ഇല്ല. ഇപ്പൊ ഞാനൊരു വസ്തുത പറയാം, അപ്പൊ ഇന്ത്യക്കാര് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. പല അറബ് രാജ്യങ്ങളും എണ്ണ ഉൽപാദക രാജ്യങ്ങളും നമ്മുടെ കേരളത്തിലെ ഒരു പഞ്ചായത്തിന്റെ ഒരു ജില്ലയുടെ മാത്രം വലിപ്പമുള്ള കൊച്ചു കൊച്ചു രാജ്യങ്ങളാണ്. അവിടെ ഉണ്ടാക്കുന്ന കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിൽ സൂക്ഷിച്ചു വെക്കാനുള്ള ടാങ്ക് സ്ഥാപിക്കാൻ പോലുള്ള വലിപ്പം ആ രാജ്യത്തിനില്ല. അതുകൊണ്ട് ഇന്ത്യ പോലെയുള്ള വലിയ രാജ്യങ്ങളിൽ കൊണ്ടുവന്ന് കിലോമീറ്റർ കണക്കിന് വിശാലമായ സ്ഥലത്ത് ടാങ്കുകൾ സ്ഥാപിച്ച് അവിടെയാണ് ഈ ക്രൂഡ് ഓയിൽ സൂക്ഷിച്ചു വെക്കുന്നത്. അങ്ങനെ അറബ് രാജ്യങ്ങൾ ഉണ്ടാക്കുന്ന ക്രൂഡ് ഓയില് വൻതോതിൽ സൂക്ഷിച്ചു വെക്കുന്ന പല രാജ്യങ്ങളിൽ ഒരു രാജ്യം ഇന്ത്യയാണ്. അതിന് നമ്മൾ തറവാടക മേടിക്കുന്നുണ്ട്. ഈ തറവാടക എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഈ ക്രൂഡ് ഓയിൽ സംസ്കരിച്ച് നമ്മൾ ഡീസല്, മണ്ണെണ്ണ, പെട്രോള്, ഹൈസ്പീഡ് ഡീസൽ ഓയിൽ, ഇങ്ങനെ പല പല ഇന്ധനങ്ങളും ഉണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കുന്നതിന്റെ പകുതി നമുക്ക് എടുക്കാം, ബാക്കി പകുതി അവർക്ക് കൊടുത്താൽ മതി. അപ്പോൾ ഈ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് അറബ് രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന് ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശത്തും തെലങ്കാനയിലും അങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ വിശാലമായ സ്ഥലങ്ങളിൽ കുഴിച്ചിട്ടിരിക്കുന്ന ടാങ്കുകളിൽ ശേഖരിച്ചിരിക്കുന്ന ക്രൂഡ് ഓയിൽ റിഫൈനറികൾ ഉപയോഗിച്ച് റിഫൈൻ ചെയ്ത് നമ്മൾ ഡീസലും മണ്ണെണ്ണയും പെട്രോളും ഹൈസ്പീഡ് ഡീസൽ ഓയിലും ഉണ്ടാക്കി ലോകരാജ്യങ്ങൾക്ക് വിൽക്കുന്നുണ്ട്. ഇത് റഷ്യയിൽ നിന്ന് കൊണ്ടിരുന്ന ക്രൂഡ് ഓയിൽ കൊണ്ട് നമ്മൾ ഈ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഇതാണ് കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞത്. റഷ്യയിൽ നിന്ന് എണ്ണ മേടിക്കുന്നു, എന്നിട്ട് ഉക്രൈന് കൊടുക്കുന്നു, അങ്ങനെ 2 വയസ്സിൽ ലാഭം ഉണ്ടാക്കുന്നു. ബ്രാഹ്മണന്മാർ ഭയങ്കര കളിയാണ് ഇന്ത്യയിൽ ചെയ്യുന്നതെന്നൊക്കെ അമേരിക്കക്കാർ പറഞ്ഞതിന്റെ രഹസ്യം ഇതാണ്. അപ്പോൾ ഇതുപോലെ ഈ ക്രൂഡ് ഓയില് ഇവർ എത്ര കുറിച്ചെടുത്താലും ഇവർക്ക് ഇത് റിഫൈൻ ചെയ്യാനോ ഇത് ശേഖരിച്ചു വെക്കാനോ ഉള്ള സംവിധാനങ്ങളില്ല. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്? മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുക ചെയ്യുന്നത്. എന്നാൽ മറ്റു രാജ്യങ്ങളാണെങ്കിലോ, ഇപ്പൊ റഷ്യ ആണെങ്കിലും അമേരിക്ക ആണെങ്കിലും ഇന്ത്യ ആണെങ്കിലും അതുപോലെയുള്ള മറ്റു രാജ്യങ്ങളാണെങ്കിലും കുഴിച്ചെടുക്കുന്ന ക്രൂഡ് ഓയിലിനെ റിഫൈൻ ചെയ്യാൻ അവർക്ക് റിഫൈനറികളുണ്ട്, അവർക്ക് സ്റ്റോറേജ് സംവിധാനങ്ങളുണ്ട്, വിദേശ രാജ്യങ്ങളുമായിട്ട് കച്ചവട ബന്ധങ്ങളുണ്ട്. അതുകൊണ്ട് കൂടുതൽ കളിച്ചാൽ, അറബ് നാറ്റോ കൂടുതൽ കളിച്ചാൽ അവർക്കുള്ള കച്ചവടവും കൂടെ പോകും, അവരുടെ മാർക്കറ്റ് നഷ്ടപ്പെടും. ഭാവിയിൽ അവരിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് മറ്റു രാജ്യങ്ങൾ കൈവശപ്പെടുത്തും.
മറ്റു രാജ്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ കൈവശപ്പെടുത്തും. അവരുടെ കയ്യിൽ നിന്നുള്ള ഡീസല്, പെട്രോള് ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ, അതായത് ഇന്ധനം, ഈ പറയുന്ന ഈ അറബ് രാജ്യങ്ങളെക്കാൾ വില കുറച്ച് കൊടുക്കാൻ തീരുമാനിച്ചെന്നിരിക്കട്ടെ, അറബ് രാജ്യങ്ങൾ സാമ്പത്തികമായിട്ട് തകരും. അതുകൊണ്ട് ആണ് ഞാൻ പറഞ്ഞത്, ഇത് മന്ദകാല് കാണിച്ച് പേടിപ്പിക്കുന്ന പരിപാടിയാണ്. ഇതൊന്നും വിലപ്പോകാൻ പോകുന്നില്ല. കൂടുതൽ കളിച്ചാൽ ഇപ്പൊ ട്രംപിന് പറ്റിയ പോലെ ഇരിക്കും. ഇപ്പൊ ട്രംപ് തീരുമാന യുദ്ധവുമായിട്ട് ലോകത്തെല്ലാവരെയും വിരട്ടാൻ വന്നല്ലോ, ഇന്ത്യയെ വിരട്ടിയല്ലോ. എന്നിട്ട് ഇപ്പൊ ഇന്നലെ തക്കം പാർത്തിരിക്കുകയായിരുന്നു കെട്ടിപ്പിടിക്കാൻ. ഇന്നലെ ഇപ്പൊ നരേന്ദ്രമോദിക്ക് 75 വയസ്സായെന്ന് പറഞ്ഞപ്പോ അങ്ങോട്ടൊന്നും പറഞ്ഞത് ഇങ്ങോട്ട് വന്ന് ഭയങ്കര ആശംസയാണ്. ഇപ്പൊ ചർച്ച നടക്കുകയാണ്. അമേരിക്കൻ ഉദ്യോഗസ്ഥന്മാര് ഇന്ത്യൻ ഉദ്യോഗസ്ഥന്മാരുമായിട്ട് ചർച്ച നടക്കുകയാണ്. എങ്ങനെയെങ്കിലും ഈ പരിപാടി നമുക്കൊന്ന് അവസാനിപ്പിക്കാം, നമുക്ക് പഴയ അവസ്ഥയിലേക്ക് വരാം. കേറി കളിച്ചപ്പോഴാണ് അമേരിക്കയ്ക്ക് പോലും മനസ്സിലായത് ഇതത്ര പന്തിയല്ല, അത്ര എളുപ്പമല്ല. അമേരിക്ക നോക്കിയിട്ട് പറ്റാത്ത കാര്യമാണോ അറബ് രാജ്യങ്ങൾ നോക്കിയിട്ട് വിജയിപ്പിക്കാൻ പോകുന്നത്? അതുകൊണ്ട് ഈ എണ്ണയുണ്ടെന്നുള്ള അഹങ്കാരമൊക്കെ കയ്യിൽ വെച്ചിട്ട് മര്യാദയ്ക്ക് വഴിയെ വരുന്ന ഒരു അവസ്ഥയായിരിക്കും അറബ് രാജ്യങ്ങളുടെ നാറ്റോയ്ക്ക് നേരിടാൻ പോകുന്നത്. സർ, അപ്പോഴും അവിടെ ഉയർന്നു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഉച്ചകോടിക്കിടെ ഏറ്റവും കൂടുതൽ ഈ അറബ് നാറ്റോയ്ക്ക് വേണ്ടി മുറവിളി കൂട്ടിയത് അല്ലെങ്കിൽ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇറാനാണ്. ഇറാൻ അവിടെ പറഞ്ഞിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നയം മാറ്റുക എന്നത് ഞങ്ങൾ ചെയ്യുന്ന കാര്യമല്ല എന്നൊക്കെയാണ് ഇറാൻ പറയുന്നത്. അപ്പോൾ ഇറാൻ ആഹ്വാനം ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇസ്രയേൽ ബഹിഷ്കരണമാണ്. അതിനുവേണ്ടി അറബ് നാറ്റോ വേണം എന്നാണ് ഇറാൻ ആവശ്യപ്പെടുന്നത്. പക്ഷേ ഈജിപ്ത് ഒക്കെ നേരത്തെ പറഞ്ഞിരിക്കുന്നത് അറബ് രാജ്യങ്ങളുടെ അല്ലെങ്കിൽ GCC രാജ്യങ്ങളുടെ ശക്തിക്കും ഐക്യത്തിനും വേണ്ടി കൂടി അറബ് നാറ്റോ വേണം, അവർക്കായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ അറബ് നാറ്റോ വേണം എന്നാണ്. മാത്രമല്ല ഇറാൻ പറഞ്ഞൊരു കാര്യം, ഏതെങ്കിലും ഒരു GCC രാജ്യത്തിനു നേരെ ആക്രമണം ഉണ്ടായാൽ അത് മുഴുവൻ GCC രാജ്യങ്ങൾക്ക് നേരെയും ഉണ്ടായതായി കണ്ടുകൊണ്ട് പ്രതിരോധിക്കണം എന്നാണ്. അത് തന്നെയാണ് GCC രാജ്യങ്ങൾക്കിടയിലുള്ള അവരുടെ ഒരു അലിഖിത നിയമം എന്ന് പറയുന്നത്. ഒരാളെ ആക്രമിച്ചാൽ എല്ലാവരും കൂടെ നിൽക്കുക. പക്ഷേ ഇതിനിടയിൽ അവർ ഏറ്റവും കൂടുതൽ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അവരെന്ന് പറഞ്ഞാൽ ഇറാനാണ്, ഇസ്രയേലിന്റെ ഒരു ബഹിഷ്കരണം. അപ്പോൾ അറബ് നാറ്റോ ഏതെങ്കിലും രീതിയിൽ നമ്മൾ എത്രയൊക്കെ ഭയപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്ന് പറഞ്ഞാലും അറബ് നാറ്റോ ലോകത്ത് നിലവിൽ വരികയാണെങ്കിൽ അല്ലെങ്കിൽ GCC രാജ്യങ്ങൾ സ്ഥാപിക്കുകയാണെങ്കിൽ ഇസ്രയേലിന് അതൊരു വലിയ വെല്ലുവിളിയാകാൻ സാധ്യതയുണ്ടോ? അല്ലെങ്കിൽ ഇസ്രയേൽ ഏതെങ്കിലും രീതിയിൽ ഇതിൽ ആശങ്കപ്പെടേണ്ടത്? ഇസ്രയേൽ ഈ കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷെ ആശങ്കപ്പെടേണ്ടത് ഇറാനാണ്. ഇപ്പൊ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ നാടൻ ഭാഷയിൽ പണ്ട് ചിലർ തമാശ പറയും, പേടിയുള്ളവരൊക്കെ എന്റെ ചുറ്റും വന്ന് നിന്നു എന്ന്. ഇവന് പേടിയായിട്ടാണ് എല്ലാരെയും വിളിച്ചു കൂട്ടുന്നത് എന്ന് പറയുന്ന പോലെ ഇവിടെ ഇറാന് പേടിയായി. ഇറാന് പേടിയായപ്പോ എല്ലാരും എന്റെ ചുറ്റും വന്ന് നിന്നു എന്ന് പറയുന്ന പോലെ ഉള്ളൂ. ഇപ്പൊ GCC രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന രാജ്യങ്ങൾ ഓരോ രാജ്യത്തിന്റെ കയ്യിലുള്ള പട്ടാളത്തിന്റെ എണ്ണം എടുത്താൽ നമുക്ക് ചിരി വരും. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഖത്തറിന്റെ പട്ടാളത്തിന്റെ എണ്ണം കിട്ടിയത്. 16,000 പേര് ഒരു പട്ടാളമാണ്. ഈ 16,000 എന്ന് പറയുന്നത് നമ്മുടെ ഒരു ജില്ലയിലെ പോലീസിന്റെ അത്രയേ ഉള്ളൂ. അപ്പോ ഈ 16,000 പട്ടാളങ്ങൾ മുഴുവൻ അവരുടെ അല്ലതാണ്. അപ്പൊ GCC രാഷ്ട്രങ്ങളുടെ ഓരോ രാജ്യങ്ങളുടെയും പട്ടാളത്തിന്റെ എണ്ണം എടുത്താൽ 1000, 2000, 500, 1500 കൂടി വന്നാൽ 10,000, 8,000, 12,000 ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? അമേരിക്കയുടെ സപ്പോർട്ടോട് കൂടിയാണ്. ഇനി ഇറാന്റെ അവസ്ഥ എന്താണ്? ഇറാൻ ചുട്ടുകളയും പൊടിച്ചുകളയും എന്നെല്ലാം പറഞ്ഞ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിനെ വെല്ലുവിളിച്ചു. എന്നിട്ട് ആർക്ക് പോയി? ഇറാന് പോയി. അപ്പൊ ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനൊന്നും ഒരു രാജ്യത്തിന്റെ നേർക്ക് നേരെ നിന്ന് ഏറ്റുമുട്ടാനുള്ള യാതൊരു സൈനിക സംവിധാനങ്ങളും ഇല്ല, ആയുധങ്ങളും ഇല്ല, ഒന്നുമില്ല. അമേരിക്ക പുറകിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഇവരൊക്കെ മസിൽ പിടിച്ചു എന്നേ ഉള്ളൂ. ഇപ്പൊ അമേരിക്ക ഇസ്രായേലിന്റെ കൂടെ നിൽക്കണോ ഇറാന്റെ കൂടെ നിൽക്കണോ എന്ന് ചോദ്യം പോലും ഉദിക്കുന്നില്ല. അമേരിക്ക ഇസ്രായേലിന്റെ രക്ഷകരാണ്. ഈ പറയുന്ന ഇസ്ലാമിക രാജ്യങ്ങളുടെ ഏത് നീക്കത്തിനെയും തടയിടാനുള്ള ഒരു വലിയ സഖ്യകക്ഷിയായിട്ട് ഇസ്രായേലിനെ കൂടെ നിർത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇത് അമേരിക്കക്കെതിരായിട്ടുള്ള ഒരു ഭീഷണി കൂടിയാണ്. എന്നാൽ അമേരിക്ക ഇതിനൊന്നും വരണ്ടു പോകാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ ഇസ്ലാമിക രാജ്യങ്ങളെ മുഴുവൻ അണിനിരത്തിക്കൊണ്ട്, ഒറ്റക്കെട്ടായി അണിനിരത്തിക്കൊണ്ട് നേരിട്ട് കളയാമെന്നുള്ള ആ ഒരു തന്ത്രമാണ് ഇപ്പൊ ഇറാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇറാന്റെ ഈ തന്ത്രം അടുത്ത സ്റ്റെപ്പിൽ തന്നെ പൊളിഞ്ഞു പോകും. കാരണം ഇസ്ലാമിക രാജ്യങ്ങൾ എന്ന് പറയുന്ന എല്ലാ രാജ്യങ്ങളൊന്നും ഈ ഇറാന്റെ ആഹ്വാനത്തിന് പിന്നിൽ അണിനിരക്കാൻ പോകുന്നില്ല. നമ്മൾ കരുതുന്നത് പോലെ ഈ ഇസ്ലാം എന്ന് പറയുന്ന വികാരത്തിന് പിന്നിൽ അല്ല ഇവര് അണിനിരക്കുന്നത്. ഷിയ, സുന്നി എന്ന രണ്ട് വിഭാഗങ്ങളായിട്ട് അവിടെ വേർതിരിഞ്ഞ് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇറാൻ പറയുന്നത് മറുവശത്തുള്ള രാജ്യം അംഗീകരിക്കണമെന്നില്ല.
അതുകൊണ്ട് ഷിയാ സുന്നി വേർതിരിവിനെ അതിജീവിച്ചുകൊണ്ട് ഒരു സഖ്യമുണ്ടാക്കാൻ വേണ്ടിയുള്ള ഇറാന്റെ എല്ലാ നീക്കങ്ങളും പരാജയപ്പെടാനാണ് സാധ്യത. അപ്പോൾ ഇറാന്റെ ഈ ഒരു തന്ത്രം ആരും അത്ര ഗൗരവമായിട്ട് എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞോട്ടെ, അവരെന്തെങ്കിലുമൊക്കെ സഖ്യം ഉണ്ടാക്കിക്കോട്ടെ, അവര് കൂട്ടുകൂടിക്കോട്ടെ. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഓന്തോടിയാൽ വേലിയോളം എന്ന് പറയുന്ന പോലെ, മീൻ ചാടിയ ചട്ടിയോളം എന്ന് പറയുന്ന പോലെ, ഇറാൻ എത്ര ബഹളം വെച്ചാലും ഇറാന്റെ അപ്പുറത്തേക്കൊന്നും പോകാനുള്ള കരുത്തൊന്നും ഇറാനില്ല. അത് ഒരു തമാശയായിട്ടാണ് പരിണമിക്കാൻ പോകുന്നത്. എന്തായാലും അറബ് നാറ്റോ അല്ലെങ്കിൽ ഇസ്ലാമിക് നാറ്റോ എന്ന് പറയുന്ന ഒരു ആശയത്തിന് വീണ്ടും വീണ്ടും ആഹ്വാനം ചെയ്യുകയാണ് GCC രാജ്യങ്ങൾ. ഇറാനാണ് അതിന് ചുക്കാൻ പിടിക്കുന്നത്. ഈ രീതിയിൽ അറബ് നാറ്റോ ലോകത്ത് നിലവിൽ വന്നാലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇസ്രയേലിനെയോ അമേരിക്കയോ ഇതുവഴി പ്രതിരോധിക്കാം എന്ന് കരുതിയാൽ നടക്കാനും പോകുന്നില്ല. പക്ഷേ GCC രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ അല്ലെങ്കിൽ UAE പോലെ, സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങൾ ഇതിനൊരു പിന്തുണ പൂർണ്ണമായും നൽകിക്കഴിഞ്ഞാൽ അറബ് നാറ്റോ ലോകത്ത് സ്ഥാപിതമാകുമോ എന്ന് കൂടിയുള്ള ചർച്ചകൾ സജീവമാവുന്നുണ്ട്. വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യൻ സർ.